ഗൾഫ് മേഖലയിൽ ഭൂചലനം, ആളപായമൊന്നുമില്ല. കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു. ദോഹ, ദമാം, അൽഖോബാർ എന്നിവിടങ്ങളിലാണ് ഭൂകമ്പമുണ്ടായത്. ഇറാനിലെ ബൂഷഹറാണ് പ്രഭവ കേന്ദ്രം. വിവരങ്ങളുമായി ദുബൈയിൽ നിന്ന് MC നാസർ ചേരുന്നു. നാസർ, ഭൂചലനത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ പരിഭ്രാന്തി പരന്നിട്ടുണ്ടോ? അജിൻസ്, തീർച്ചയായിട്ടും വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. UAE, അബുദാബി, അതോടൊപ്പം തന്നെ ഷാർജ, അതോടൊപ്പം തന്നെ ദുബൈ, ഈ 3 പ്രദേശങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളിലാണ് താമസിച്ചിരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. പരിഭ്രാന്തിയോടുകൂടി പലരും കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായി. ചില കെട്ടിടങ്ങളിൽ നിന്ന് സീമെൻസ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളുടെ കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിലും ഭൂചലനം വലിയ തോതിൽ തന്നെ അനുഭവപ്പെട്ടു. പക്ഷേ 10 മുതൽ 15 സെക്കൻഡ് വരെ മാത്രമാണ് ഇത് നീണ്ടു നിന്നത്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇറാനിലെ ബുഷൈറിലാണ് വലിയ തോതിലുള്ള 6.3 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെയാണ് ഭൂചലനം ഉണ്ടായത് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഏക ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെ തുടർച്ചയായിട്ട് ഭൂചലനം ഉണ്ടാകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആപൽ സൂചന കൂടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നാസർ, ഭൂകമ്പത്തിന്റെ തീവ്രത രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? തീവ്രത 6.3 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് US ജിയോളജിക്കൽ സർവേയും ഏറ്റവും അവസാനം പുറത്തുവിട്ട അവരുടെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് 6.3 റിക്ടർ സ്കെയിലിൽ ഇതിന്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ വലിയ കെട്ടിടങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് മാറ്റിയിരിക്കുന്ന ആളുകൾ വീണ്ടും അവരുടെ ജോലി സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വലിയ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തുടർചലനത്തിനുള്ള സാധ്യത, ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ ഒരു പ്രഖ്യാപനം ഒരു ഭാഗത്തു നിന്നും, ഒരു ഗൾഫ് രാജ്യത്തിൽ നിന്നും ഇതുവരെ ബന്ധപ്പെട്ടവരിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അജീംസ്, വളരെ നന്ദി ശ്രീ നാസർ. ഇപ്പോൾ ദമാമിൽ നിന്ന് മുഹമ്മദ് റമീസ് ചത്തിയറ ചേരുന്നു. റമീസ്, ദോഹയിൽ എങ്ങനെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്? അജിൻസ്, നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ഏകദേശം 3 മണിയോട് കൂടിയായിരുന്നു നേരിയ തോതിൽ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായത്. ദോഹയിലെ തന്നെ പ്രധാന വാണിജ്യ നഗരങ്ങളായ ബാങ്ക് സ്ട്രീറ്റ്, ഡീറിംഗ് റോഡ്, ദഫ്ന, വെസ്റ്റ് ബേ, ഷെറാട്ടൺ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഭൂകമ്പം അനുഭവപ്പെട്ടത്. കെട്ടിടങ്ങളിൽ അലാറം അടിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും തുടർന്ന് കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഓഫീസും ഫർണിച്ചറും ചെറിയ തോതിൽ വിറച്ചതായിട്ട് ഇവിടെയുള്ള ആളുകൾ, അനുഭവസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ തോതിലുള്ള ഗതാഗത തടസ്സമാണ് ഇപ്പോൾ നഗരങ്ങളിൽ ദൃശ്യമാകുന്നത്. അജിൻസ്, റമീസ്, ദയവായി തുടരുക. ഇപ്പോൾ ദമാമിൽ നിന്ന് സാജിദ് ആറാട്ടുപുഴ ചേരുന്നു. സാജിദ്, സൗദിയിൽ എങ്ങനെയാണ് ഭൂകമ്പം ബാധിച്ചത്? ആളുകൾ പരിഭ്രാന്തിയിലാണോ? അജിൻസ്, ഈ പറഞ്ഞതുപോലെ തന്നെ സൗദി സമയം 3 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഭൂകമ്പം അനുഭവപ്പെടുന്നത്. ഏതാണ്ട് ഓഫീസുകളിലും ഉയർന്ന കെട്ടിടങ്ങളിലുമുള്ളവരാണ് ഇത് പ്രധാനമായും അനുഭവിച്ചത്. ഏതാണ്ട് 10 മുതൽ 15 സെക്കൻഡ് വരെ നീണ്ടുനിന്ന കുലുക്കങ്ങളാണ് ഉണ്ടായത്. ഏതാണ്ട് ടേബിളിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളും പറഞ്ഞ് താഴേക്ക് വീഴുകയും കെട്ടിടങ്ങൾ പൂർണ്ണമായും മൊത്തത്തിൽ കുലുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതോടുകൂടി പരിഭ്രാന്തരായി ജനം ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റുകയും താമസക്കാരെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറായിട്ട് ജനങ്ങൾ പല വലിയ കെട്ടിടങ്ങളുടെയും മുമ്പിൽ റോഡുകളിൽ കൂടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു തുടർചലനം ഉണ്ടായില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായി ഔദ്യോഗികമായ വിവരങ്ങൾ, അതായത് തുടർചലനം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള ഉറപ്പുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ പലരും കെട്ടിടങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഉള്ളത്. തിരികെ റമീസിലേക്ക്. റമീസ്, 6.3 ആണ് റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിന്റെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഒരു തരത്തിൽ ശക്തമായ ഭൂചലനം തന്നെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് നാശനഷ്ടങ്ങൾ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തലുകൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ റമീസ്? അജിൻസ്, ദോഹയിൽ ഉണ്ടായ ഭൂചലനം ഇറാനിൽ സംഭവിച്ച ഭൂചലനത്തിന്റെ അനുരണനം മാത്രമാണ്. ഇവിടെ വളരെ നേരിയ തോതിലുള്ള ഒരു ഭൂചലനമാണ് ദോഹയിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ദോഹയിൽ ഉണ്ടായ ഭൂചലനത്തിന്റെ സാന്ദ്രത എത്രയാണെന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും വലിയ തോതിലുള്ള പരിഭ്രാന്തി ഇവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ മുഴുവൻ റോഡിലേക്ക്, നിരത്തുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അജിൻസ്, വിവരങ്ങൾ നൽകിയത് ദുബൈയിൽ നിന്ന് MC നാസർ, ദോഹയിൽ നിന്ന്
റമീസ് ചാത്തിയറ, ദമാമിൽ നിന്ന് സാജിദ് ആറാട്ടുപുഴ ഞങ്ങളുടെ പ്രതിനിധികൾ വിവരം നൽകുകയായിരുന്നു. ഗൾഫിലുണ്ടായ ഭൂചലനം, ഇറാനാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. 6.3 ആണ് റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിൻ്റെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.